പലരും വന്ന് ചോദിക്കും, ഉസ്താദെ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. 5 നേരം നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ ഓതണം, പള്ളിയിലൊക്കെ വരണം, നല്ലതുപോലെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, സീരിയൽ കാണാനൊക്കെ ഒന്ന് നിർത്തണം, ആഗ്രഹമുണ്ട്, പറ്റണില്ല. നമ്മൾ പറയുന്ന അങ്ങനെ പറയും, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന പറ്റാനുള്ള ഒരു വഴി എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി കടന്നു വരികയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നന്നാകണം നബിയേ, നബിയേ എനിക്ക് നന്നാകണം നബിയേ, നന്മകൾ അധികമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, അതിനെന്തെങ്കിലും ഒരു ഉപദേശം തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ. ആരാ അബൂദർ എന്നറിയുമോടാ? ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു സ്വഹാബിയല്ല. ആ സ്വഹാബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ഏ ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞിടുന്നത്? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ നാട്ടുകാർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ലോകത്തന്നാന്റെ റസൂലിനോട് പറയുകയാണ്, ഈ അബൂദറിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇവിടത്തെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, സർവ്വ മലക്കുകൾക്കും അബൂദറിനെ അറിയാ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഏതു മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബി, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബി, ഈ സ്വഹാബിയാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്, നബിയേ നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അബൂദരേ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തു പോകാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് നന്നാകാ കഴിയുന്നില്ലെങ്കിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് നോക്കടാ. ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ? അപ്പോഴറിയാമടാ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറെന്ന് പറഞ്ഞാൽ കളിക്കേണ്ട സ്ഥലമല്ല, ചിരിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാ പടച്ചവനെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഏത് ഉസ്മാൻ തങ്ങള് മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ അതാ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബികള്, ആ
കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർ, ആ ഖബർസാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്ത് നോമ്പുകാരനായി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പുറകിലൂടെ കടാതെ എവിടെന്ന് കുത്തിയിറക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരം മുഴുവനും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയാണ്. അല്ലാഹുവേ, കയ്യിലിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് അതാ തന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തമങ്ങ് വീഴുകയാ. ഖുർആനിന്റെ മുകളിൽ വീഴുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെന്ന് കൈകൊണ്ട് തുടയ്ക്കുകയാണ്. അവിടെന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ നരകം പറയുമ്പോ കരയാറില്ല, പരലോകം പറയുമ്പോ കരയാറില്ല, നരകത്തിന്റെ ശിക്ഷ പറയുമ്പോ കരയാറില്ല, മരണത്തെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ, ഖബർ കണ്ടു കഴിഞ്ഞാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാൽ ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ്? നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസ്സറയെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്താ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാ കരയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഇവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ, ഈ കുഴിക്കകത്ത് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുകയാ. അവിടെ നീ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാ. ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. വല്ലപ്പോഴും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഈ കുഴിയൊന്ന് നോക്കടാ മോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ മോനെ, മയ്യത്തിങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കുന്ന രംഗമൊന്നോർത്ത് നോക്കടാ. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ തന്നെ പേടിക്കണമടാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് വയത് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, നീ പേടിക്കണമടാ. ഖബർ കണ്ടാ കരയണ്, ഖബർ കണ്ടാ കരയണ് എന്നവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ, ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചോ. ഖബർ കളിക്കേണ്ട സ്ഥലമല്ല. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു
സ്ഥലമേ ഉള്ളൂ. സിറാജ് ജീവിച്ചപ്പോ മാതാപിതാക്കളുണ്ട്, എന്റെ കൂടപ്പുറപ്പുകളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എല്ലാവരും എനിക്കുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ സിറാജ് ഒറ്റയ്ക്കല്ല. അള്ളാഹു എന്നെ നരകത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല, അള്ളാഹു എന്നെ സ്വർഗത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അതെവിടെന്നറിയുമോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാ. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖബറിനെ കുറിച്ച് ചിന്തിക്കൂ. അഹങ്കാരം കാണിക്കുന്നവരോട്, നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട്, അല്ലാഹുവിനെ നടക്കുന്ന നിന്റെ ഭർത്താവിനോട്, അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ പെണ്ണേ. പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. നീ എന്താണ് അങ്ങനെയാകാത്തത്? പണ്ടുള്ളവരങ്ങനായിരുന്നല്ലോ. നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിനോട്, സെക്സ് വീഡിയോ കാണുന്ന ഭർത്താവിനോട്, ആവശ്യമില്ലാതെ ചെയ്യുന്ന ഭർത്താവിനോട് മരണത്തെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിനെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ. കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖബറ് പറഞ്ഞാ കരയാറില്ല, ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മ, നിനക്കെങ്ങനെയാണ് നിന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയാ കഴിയുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഫാത്തിമയുടെ ചരിത്രം എടുത്തു വായിക്കണമുമ്മ. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോകുകയാ. ഏതാ ലക്ഷങ്ങളെ ചെലവഴിച്ച് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ പാതിരാത്രിയിൽ പേക്കൂത്ത് കാണിക്കുന്ന, അല്ലാഹുവേ ഈ ഉമ്മത്തിന് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിൽ ആർഭാടങ്ങൾ നടത്തുന്ന, അനാചാരങ്ങൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാരിതങ്ങള് അതാ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും മണിയറക്കകത്ത് കടന്നു. അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുകയാ. എത്ര വലിയ ഭാഗ്യമാണ്. അലിയാരിതങ്ങൾ കരച്ചല് കേൾക്കുകയാ. പുതിയ പെണ്ണിരുന്ന് കരയുകയാ, മണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാരിതങ്ങൾ അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി അലിയാർ തങ്ങളുടെ വായിലങ്ങ് കൈവച്ച് പൊത്തിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, അലിയേ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അലിയാര് തങ്ങളോട് പുതുമണവാട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, അലിയേ ഈ വീടിനകത്ത് കത്തിച്ചു വെച്ച വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഈ വീടിനകം മുഴുവനും വല്ലാത്ത ഇരുളാ. പെട്ടെന്ന് പ്രകാശമങ്ങ് താഴ്ത്തിയപ്പോ ഈ വീടിന്റെ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ അല്ലാ അതിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? എവിടെ ഇരുന്നിട്ടാ ചോദിക്കുന്നത്?
തന്റെ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണച്ചപ്പോ ഒരു ഇരുട്ട് കണ്ടപ്പോ ഭർത്താവിനോട് പറയുകയാ, ഖബറിന്റെ അകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ, എന്നെ ഇറക്കി വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തിയിട്ട് എന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് വെളിച്ചമുണ്ടാകില്ലല്ലോ അലിയേ. പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ് ഫാത്തിമ, മണിയറക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുന്നു, ഇന്നിത് പറയേണ്ട ദിവസമാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണിയറ ഇവിടെയല്ല. പഠിക്കടാ ചെറുപ്പക്കാരാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു രാത്രി കിടക്കുന്നതിന് വേണ്ടി മണിയറ ഒരുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേട്ടോ, കല്യാണ വീട്ടിൽ പോയാ എല്ലാവരും പോയി നോക്കുന്നത് അറയാണല്ലോ, മണിയറയാണല്ലോ. എങ്കിൽ പുതുമണവാട്ടി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഇവിടെയല്ല, മണിയറ ഭരിക്കേണ്ടത് ഇവിടെയല്ല, ഇവിടെയല്ല മണിയറ ഭരിക്കേണ്ടത്. എവിടെയെന്നറിയുമോ? ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്നെ കുടിച്ചിടുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, ഇവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ മണിയറ ഭരിക്കേണ്ടത്. ആ ഖബറിനകത്ത് കടന്നു വരുന്ന മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, അവസാനം പിരിഞ്ഞു പോകുമ്പോ അവര് പറയണം, ലം കനൗമത്തിലാറൂ, പുതിയ പുതിയ പള കിടക്കുന്നത് പോലെ, പുതിയ പെണ്ണ് കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മണിയറക്കകത്ത് കടന്നു ഒരുങ്ങടാ എന്ന് ആ ഖബറിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയണം, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, മണിയറ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താണ്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. അതുകൊണ്ട് രാത്രികാലം മുഴുവനും തന്റെ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ സ്വഭാവത്തെ കുറിച്ച്, ആ ഖബറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വിവാഹത്തിന്റെ നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളങ്ങനാ, ഇന്നത്തെ പെണ്ണുങ്ങളങ്ങനെയല്ല. അവർക്ക് ഖബറിനെ കുറിച്ച് അറിയില്ലല്ലോ. പള്ളിപ്പറമ്പിലെ ഖബർ കിടക്കുന്ന മാതാപിതാക്കൾ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ പോകുമ്പോ പോലും ചെവിയിൽ വെച്ചിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്താത്ത പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ നിസാരമല്ല. ഇനി മുതൽ നിങ്ങൾ പള്ളിപ്പറമ്പിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നറിയുമോ? നിങ്ങൾ ഓരോരുത്തരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ, ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ ഈ ഖബറും സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബർ സംസാരിക്കുന്നത് കേൾക്കാ, ഖബർ സംസാരിക്കുന്നത് കേൾക്കാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, പടച്ചവരെ, ഒരു മനുഷ്യനെ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കടന്നുപോയി, ജനാസ ഖബറടക്കി, എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരെയും പറഞ്ഞു വിടുകയാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് മിണ്ടാതെ ഇരിക്കുകയാ. ഒരുപാട് ആ സമയത്ത് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഒരു മനുഷ്യനെ എന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ഖബർ ഞെരുക്കുകയാ, കഫം തുണികൾ വലിച്ചു കീറുകയാ.
തിന്നുകുടിപ്പിച്ച ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാ. ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. കരഞ്ഞ് 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 ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. ആ സമയത്ത് ഖബർ പോലും ചോദിച്ചു പോയി, അല്ലദുല്ലുകാല അകുഫാനിലാ തുബിലാ, രക്ഷപ്പെടണോ, ഈ ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഖബർ പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്കും വരും സ്വഹാബാ. അള്ളാന്റെ റസൂല് തങ്ങൾ ചോദിക്കുകയാ, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഒരു കുഴി കുഴിക്കും, ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുവോ? 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 ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കും, അതിൽ സംശയമൊന്നുമില്ല. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? അസ്റായിൽ. ആ ചങ്ങാതി വല്ലാത്ത ടൈമാ. കറക്റ്റ് സമയം പാലിക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ, കറക്റ്റ് സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല. കണ്ടിട്ടുണ്ടോ? ഇഖാമത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയം ഇങ്ങനെ മിന്നി മിന്നി മിന്നി. അല്ലാഹ്, ഇതൊരു ആത്മാർത്ഥതയല്ലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പം എന്തായാലും പള്ളിപ്പറമ്പിൽ പോകണം. പോണ്ടേ? പോകണ്ടേ? ഇനി പോകുന്ന ഖബറെന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിക്കുന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ, ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കരിക്കുമല്ലേ, അപ്പം പിന്നെ ഖബറിൽ പോകണ്ടല്ലോ എന്ന്. ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമം എല്ലാവരും കരിക്കുകയല്ലേ? എൻ്റെ പൊന്നാര ചങ്ങാതി, ബർസഖ് എന്ന് പറയുന്ന ജീവിതം, മരണത്തിന് ശേഷമുള്ള പരലോകത്തിൻ്റെ ഇടയിലുള്ള ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പം എന്തു ആയാലും നമ്മൾ പോയേ പറ്റത്തുള്ളൂ. കരിക്കണോ പൊരിക്കണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വലിയ സന്തോഷം. ഏതോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയംകാരനായ ഒരു സ്വാമിയല്ലേ, കോട്ടയംകാരനായ ഒരു സ്വാമി ഇന്നിവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവന് ഹിദായത്ത് കൊടുത്തിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പടച്ചോൻ, ഇപ്പം നമുക്കൊന്നുമല്ല ചർച്ച, നമ്മളിങ്ങനെ ഇപ്പോൾ ഹലാലാ വിഷയം. ഹലാൽ ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവനാ പടച്ചോനെ ഇത് പറയണം. അതാ ഏറ്റവും വലിയ സങ്കടം. ഹലാലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പത്രക്കാരോ ടി വി കയറിയിരുന്നിട്ട് വഴുതു പറയുന്നവനോട് എടാ ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഓന് തന്നെ അറിയില്ല. പൊട്ടൻ. ആടിനെ പട്ടിയാക്കണ കാലത്താണ് നമ്മൾ ജീവിക്കണം. ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഓൻ അറിയുന്നില്ല. ഇങ്ങനെയുള്ളവരാ ചർച്ച ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാം പയറ്റി നോക്കി, എന്തൊക്കെ നോക്കി, ലവ് ജിഹാദ് നോക്കി, പിന്നെന്താപ്പ കഞ്ചാവ് ജിഹാദ്, അങ്ങനെ പറഞ്ഞാലല്ലേ തിരിയത്തുള്ളൂ എല്ലാത്തിനും. കഞ്ചാവ് ജിഹാദ് നോക്കി, ഹലാൽ ജിഹാദ്, ഇനി എന്തൊക്കെ, ഇനിയിപ്പോൾ കൊറോണ ജിഹാദ് നോക്കി, ഇനിയിപ്പോൾ എന്തൊക്കെ ജിഹാദ് കടന്നു വരാനിരിക്കുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അവനാ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യുന്നതിനാ ജിഹാദ് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലാഹു അഅലം. പടച്ചവനെ, നമ്മളിങ്ങനെ തല്ല എല്ലാവരും കൂടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലർ പറയും, ഉസ്താദ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കണമെന്ന്. വേറെ പണിയില്ലടാനിയാ, വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാൻ കിടക്കണം. ഇവർ നമ്മളെ പേടിപ്പിക്കുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തുക. നമ്മൾ ആരാന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ ബാങ്ക് ഇക്കാമത്തും കൊടുത്തിരിക്കുക, മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കുഴിച്ചിടാൻ. കാരണം ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാൻ പോലും സമയമില്ല. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. 3-4 മാസമായപ്പോൾ അള്ള എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കൂടാന്ന് അള്ള എഴുതി വെച്ചിരിക്കുക.
നമുക്ക് ചെവിയിൽ വലത് ഭാഗം കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. കാരണം എന്തേ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കണം, പൊതിക്കണം, കൊണ്ടുപോകണം, സമയമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ നിർത്തിയിരിക്കുന്ന കോടികളാണ് നമ്മളൊക്കെ ഇങ്ങനെ നേർച്ചയ്ക്ക് നിർത്തിയിരിക്കണ പോലെ നമ്മളെല്ലാം ഓതി നിർത്തിയിരിക്കുക. നമ്മളെയാണ് ജിഹാദിൻ്റെ പേര് പറഞ്ഞിട്ട് വരിട്ടാൻ നോക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്നറിയോ? ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ നേരെയാകാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനെ അനുസരിക്കാതെ വന്നപ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള ചില ഞണ്ടുകളെ കൊണ്ട് നമ്മളെ നന്നാക്കിപ്പിക്കും. നമ്മൾ അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള നീർക്കോലികളുണ്ട്, അതിങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മളെ വരട്ടും, എന്നിട്ട് നമ്മളെ പാഠം പഠിപ്പിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നന്നാകും, പിന്നെ ബാക്കിയൊക്കെ നോക്കാം. ഹലാലും ഹറാമും ചർച്ച ചെയ്യുമ്പോൾ ആരാപ്പ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് തിന്നാൻ പറ്റണം ചോദിക്കാറുണ്ടോ? പോക 4 ഷവായി, 2 തന്തൂരി, 1 മട്ടൻ ബിരിയാണി. ആരാപ്പ? കടയുടെ പേര് തന്നെ അല്ലാഹു അഅലം. നമ്മൾ തിരക്കാറുണ്ടോ? നമ്മൾ പോയിട്ട് ഏതെങ്കിലും കടയിൽ ചിലർ പറയും ഹലാലാന്ന്, പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ചിന്തിച്ചത് നമ്മൾ പോലും അത് നോക്കാറില്ല. ഞാൻ എടുത്തെൻ്റെ നാട്ടിൽ ഞാൻ കോഴി മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചു. അപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ഇറക്കണമെന്ന് അവൻ ചോദിക്കണേ. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബിസ്മി പറഞ്ഞിട്ട് ഞാൻ കോഴി അറുത്ത് മേടിച്ചുകൊണ്ട് പോയി. എൻ്റെ കോഴി ഇങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാക്ക വന്നു, അവൻ തന്നെ അറുത്ത് കൊടുത്തു. അയാൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഓൻ്റെ മുസ്ലിം തന്നെ ആയിരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് അലച്ചേക്ക്. അപ്പം നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. മേടിക്കുക, തിന്നുക. പക്ഷേ ഇങ്ങനെയുള്ളത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം മരിക്കും. പോകുമ്പോൾ നല്ലതുപോലെ പോണോ? ഇന്നലെ ഞാനിങ്ങനെ മംഗലാപുരത്ത് വയലിന് പോയപ്പോൾ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ നിസ്കരിച്ചപ്പോഴാണ് മരിച്ചതെന്ന്. എപ്പോഴാണ് മരിച്ചേ? നിസ്കരിച്ചപ്പോൾ. അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ് എന്ത് മരണമാണ്! നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് പേര് നല്ലതുപോലെ മരിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കും, എന്തായാലും മരിക്കും. എല്ലാവർക്കും ഉറപ്പാണ്. ജബ്ബാറിന് വരെ ഉറപ്പല്ലേ മരിക്കുമെന്ന്? ഉറപ്പല്ലേ? ആരാ ജബ്ബാർ? ആരാ? അവനെ അറിയാം. ദൈവം ഇല്ലാന്ന് പറയുന്നവന് ഉറപ്പാ മരിക്കുമെന്ന്. അപ്പം ഞാൻ പറയുന്നത്, വെറുതെ മരിച്ചാൽ പോരാ. മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തിട്ടേ മരിക്കാവൂ. വെറുതെ എവിടെങ്കിലും കിടന്ന് തീരുന്നതിൽ കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ സുഖവാസം, മണിയറ. ഇല്ലെങ്കിലോ അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അള്ളാഹുവെ, ആരൊക്കെ ഈ മജ്ലിസിൽ ഇരുന്ന് ഉറക്ക ഇൻഷാ അല്ലാ പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി പറ, ചെയ്യുവോ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ 1 എണ്ണിക്കോ, സമയമില്ലാത്തത് കൊണ്ടാണ്. 6 പറയാമെന്ന് ഞാൻ വാക്കു പറയൂല. ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞ്? 10 മണിക്ക്. ഇപ്പോൾ 9:20 9:20 ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നത് പറയും, ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ വാപ്പാ. താടിയും തഴമ്പും തൊപ്പിയുമായിട്ട് നടക്കുന്നതിലൊന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ. വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയുമോ? എങ്ങനെ മരിക്കണമെന്നറിയുമോ? വലാതെ മരിക്കാവോ, നീ മുഅ്മിനായിട്ട് മരിക്കാവോ, നീ ഈമാനോടുകൂടിയേ മരിക്കാവോ, നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന പറയുന്ന മലക്കുകളും തന്റെ അനുയായികളും അവര് കടന്നു വന്ന് കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കടന്നു വന്നു. അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, ലാ ഇലാഹ, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മരിക്കുമ്പോ എങ്ങനെ മരിക്കണം? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ട്. സ്വർഗം ഉണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിച്ച സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും ഇല്ലേ? നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കള്ളുകുടിയനെ വരെ അറിയാം. നിസ്കരിക്കാൻ അറിയത്തില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം. അത്ര എളുപ്പമാണെങ്കിൽ പിന്നെ എന്തിനാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയി നിന്ന് പറഞ്ഞു കൊടുക്കണേ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിൽ എന്തിനാ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? നമ്മളൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക, ഞാൻ അങ്ങനെ മരിക്കത്തുള്ളൂ, ഞാൻ അങ്ങനെ മരിക്കൂ എന്ന് ഞാനും നിങ്ങളും അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നാ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നോക്ക്. മഹാഭൂമിയുടെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പ്രവാചകന് പള്ളി കെട്ടുകയാണ്. എത്ര വലിയ പ്രതിഫലമാ പള്ളി കെട്ടുന്നത്. ആ പള്ളിയുടെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ. ഖലീലായ ഇബ്രാഹിം നബി, കഅബാലയം പണിത ഇബ്രാഹിം നബി, പൊന്നുമോന്റെ കഴുത്തിൽ കത്തിവെച്ച ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബി അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിത് കൊടുത്തിട്ട് പടച്ചവനോട് പറയുന്നു, സ്വീകരിക്കണേ ഇല്ലായിരുന്നോ? നിന്റെ ഉറപ്പ് ഇബ്രാഹിം നബിക്കില്ലായിരുന്നോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിൽ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ്. അതാ യൂസുഫ് നബി അവിടുന്ന് പടച്ചവരോട് പറയുകയാ, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാ. മഹാനായ യഅ്കൂബ് നബി, ഇബ്രാഹീമു ബനീഹി വ യഅ്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യഅ്കൂബ് നബിയും തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുന്നു, മക്കളെ ഈമാനോടുകൂടിയേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്തിനാ പറയുന്നത്? ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു കേട്ടിട്ടാണ് ആയിഷാ ബീബി എഴുന്നേൽക്കുന്നത്. എന്താണ് റബ്ബേ അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ കിടന്ന് പറയുന്നതെന്ന് കേൾക്കാൻ ആയിഷാ ബീബി റളിയല്ലാഹു തആല അടുത്ത് ചെല്ലുമ്പോ എന്റെ ഹൃദയം, എന്റെ ഈമാൻ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, അതാ നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാ ഒരു മനുഷ്യന്റെ ഹൃദയം. ഒരു മനുഷ്യൻ അടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് പല്ലേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ പേടിച്ച് നടന്ന, നിസ്കരിച്ച് ഖുർആനോദി നടന്നിരുന്ന എത്രയെത്രയോ കൊലകൊമ്പാതകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ സഅലബ. റസൂലുള്ളാഹി തങ്ങളെ കണ്ട സ്വഹാബിയാ. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ചെറുപ്പക്കാരരാ. പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരരാ. പ്രവാചകൻ ദുആ ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞ ചെറുപ്പക്കാരെ വിളിച്ച സഹാബിയാ. പള്ളിയുടെ മാടപ്രാവെന്ന് സ്വഹാബികളാ ചെറുപ്പക്കാരെ വിളിച്ചിരുന്നു. ആ ചെറുപ്പോ എത്രയെത്രയോ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്ന കാലത്ത് മുസ്ലിമായി ജീവിച്ചു. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് കാഫിറായി ചത്തുപോയ എത്രയോ നിമിഷ നേരം മതിയല്ലോ ഗുളിക കടിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. മോനെ, ഒറ്റ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ. അതങ്ങട്ട് ലൈവായിട്ട് വായിക്കും, മരിക്കും. കാണണമെങ്കിൽ നാളെ രാവിലെ സുബഹി നിസ്കരിക്കാൻ ഈ പള്ളിയിൽ വരണം. നാളെ രാവിലെ സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വന്ന് വെളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നോക്കിയാൽ മതി, ആ പള്ളിയുടെ വാതിലിൽ നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവനെ സ്വീകരിക്കാൻ ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. എന്നിട്ട് പതുക്കെ പറഞ്ഞു തരും, ഇത് നിലനിർത്തിയ എന്നെ ഇതുപോലെ കാണാം. ഈ നിസ്കാരം നീ നിലനിർത്തുകയാണെങ്കിൽ എന്നെ ഇതുപോലെ തന്നെ കാണാം. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകാൻ മരിക്കാൻ പറ്റും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ പറ്റുന്ന ഒരു വഴി, പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുന്ന ഒന്ന് കൈപൊക്കി പാസ്സാക്ക്. കൈപൊക്കാത്ത വാപ്പ ഇപ്പൊ കൈപൊക്കും. രണ്ടാമത് ചാൻസ് ഇല്ല, വേണമെങ്കിൽ പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം അല്ല കരുണയുള്ളവനെ ചിലപ്പോൾ ഈ കൈപൊക്കിയതിന്റെ പേരിലായിരിക്കും നമുക്ക് ഭാഗ്യം കിട്ടുക. അള്ളാഹു കരുണയുള്ളവനെ റോഡിൽ കിടക്കണ ഈ കൈപൊക്കിയതിന്റെ പേരിലായിരിക്കും നമുക്ക് നല്ല മരണം കിട്ടുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലോ തല്ലിക്കൊണ്ടുവന്നിട്ട് ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ചില മനുഷ്യനെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലും, വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും ഇറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഹുബൈബ് തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കരയുന്നുണ്ട്. കഴുത്തിൽ കയറ് മുറുകുകയാ, കഴുത്തിൽ ഇങ്ങനെ കയറ് മുറുകുകയാ. അതാ വരുന്നു മുഖറബുൽ അംലാ വരികയാണ്, മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കുകൾ കടന്നു വരികയാ. റൂഹ് പിടിക്കാനുള്ള സംഘം വരികയാണ്. അല്ലാഹുവേ, അതാ മലക്കുകൾ കടന്നു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ പിടച്ചലിലാണ്. ശത്രുക്കളെ താഴെ നിന്നിട്ട് ചിരിക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നു, ഹുബൈബേ വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചു പറയടാ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുകു മരത്തിൽ കിടന്ന് പിടയുമ്പോൾ തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നവരെ നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറയുമ്പോ ഇടിത്തീ വീണതുപോലെ സർവരും പേടിച്ചുപോയി. കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാണത്തിൽ പിടയുമ്പോഴും ഹുബൈബ് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുകയാ. പേടിച്ചു വരണ്ടുപോയി. അല്ലാഹ് മലക്കു പറയുന്നു, ചിരിക്കടാ ഹുബൈബേ, കരയല്ലേ.
സായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. പടച്ചവനെ മലക്കുകൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സ്വഹാബി മുസ്ലിമായി. അന്ന് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബി മുസ്ലിമായി. കാരണം എന്തെന്നറിയോ? ഉബൈബ് തങ്ങളുടെ മുഖത്തെ ചിരി കണ്ടട്ടാ മുസ്ലിമായത്. അല്ലാഹുവേ, കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ ഒരു ചിരിയുണ്ടല്ലോ, കൊതിപ്പിക്കുന്ന ചിരിയാ. കഴുകുമരത്തിൽ കിടന്നു മരണവെപ്രാളത്തിൽ പിടയുമ്പോ ശത്രുക്കൾ വന്നിട്ട് കിബിലയുടെ ഭാഗത്ത് നിന്ന് തലതിരിക്കാൻ നോക്കുകയാ. കിബിലയുടെ നേരെ കിടന്ന് ചാകണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല തിരിക്കാൻ നോക്കുമ്പോ കിബിലയുടെ നേരെ കിടന്നിട്ടാ ഷഹീദായത്. അതുകൊണ്ട് വാപ്പാ, നിനക്കാള് വേണ്ട. ഈ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിച്ച ഉപ്പമക്കളും നിന്റെ മരുമക്കളും മഗ്രിബും ഇശായും നമസ്കരിക്കാതെ, തലമറക്കാതെ, ഔറത്ത് മറക്കാതെ സീരിയലിന്റെ മുന്നിലിരുന്ന് സുഖിക്കുമോ ഉമ്മ? അത് വെറുതെയല്ല ഉമ്മ. നീ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഇവളല്ല നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നിസ്കരിക്കാത്തവളല്ല, അല്ലാഹുവിനെ മറന്നു നടന്നവളല്ല. നീ മരിക്കാൻ കിടക്കുമ്പോ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കു പറയുകയാ, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ദിവസവും പള്ളിയുടെ കവാടത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പറഞ്ഞു തരും? അസ്റായിൽ പറഞ്ഞു തരും. ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ. അല്ലാഹുവേ, മലക്കുകൾ പറഞ്ഞു തരുമല്ലോ. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദാവുകയാണ്. കാവൽ നിൽക്കുകയാ, ശത്രുക്കൾ കാവൽ നിൽക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടെ തന്നെ കിടക്കുകയാന്ന് ചോദിക്കുന്നു സ്വഹാബ, ആരാ കബറടക്കുന്നത്? എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നതാരാ? സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയേ. സ്വഹാബി അവിടുന്ന് കടന്നു പോവുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചിരുന്ന കള്ളു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണേ ചത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണേ? ശത്രുക്കൾ അവിടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോ എനിക്കാ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കണം. ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്. ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാ. ആരാ മുറിച്ചു തരുന്നത്? ഉബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. അല്ലാ, ഓടുകയാ. കയ്യിലിരുന്ന കള്ളിന്റെ പാത്രമെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഉറയിൽ കിടന്ന വാളൂരിക്കൊണ്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മുറിച്ചു കൊണ്ടുവരാൻ ഒരു പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടി ശത്രുക്കൾ അവിടുന്ന് ഓടുമ്പോ സ്വഹാബി വരിനെന്തേ നടക്കുന്നതെന്നറിയണമല്ലോ. അതാ ഈന്തപ്പനമരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാ. സുബ്ഹാനല്ലാഹ്, കാണുന്ന രംഗമെന്തെന്നറിയുവോ? വാടും കൊണ്ട് തലവെട്ടാൻ പോയവന്മാര് പരക്കം പായുകയാ. എന്താണ് സംഭവിച്ചതെന്ന് തആലാർഗുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് പോയിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സഹാബ ഖബറടക്കി സഹാബ. ആര് ഖബറടക്കിയടാ? ആര് ഖബറടക്കിയടാ? കഴുകുമരത്തിൽ കയറിൽ തൂങ്ങിക്കിടന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ആരാ? റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയുവോ? എടാ ചെറുപ്പക്കാരാ, പടച്ചവനെ, മാങ്ങാട് പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. കുടുംബക്കാർ മുഴുവനും മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്തെടുത്തിട്ട് വീടിന്റെ പരിസരത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ പുതിയ ആപ്പളയെ കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിക്കുകയാ. അവിടുന്ന് ഒതുവെടുക്കുകയാ, അവിടുന്ന് ഒതുവെടുപ്പിക്കുകയാ. എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ധരിക്കാത്ത 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാണ്. എന്നിട്ട് റബ്ബേ, അതാ സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. വീട്ടുകാര് തന്നെ പറയാ, കാണണ്ടവരെ കൂട്ടി ജനങ്ങളുടെ മുഴുവനും നിന്നെ കണ്ടതൊക്കെ മതി പുതിയാറ്. അവസാഹുവേ, പെട്രോളില്ല, പള്ളിപ്പറമ്പിൽ എവിടെയോ പള്ളി, അത് നിന്റെ വീടിന്റെ മുന്നിൽ കണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മയ്യത്ത് കട്ടിലിൽ മലത്തിക്കടത്തിയട്ടാ. ഈ പള്ളിയൊന്നും പോരാ, സാഗരമാ. ആര് നിന്റെ മയ്യത്ത് നിസ്കരിക്കാ? നിന്റെ ഏതോ ഒരു ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ കാലുകുത്താ കേന്ദ്രമന്ത്രിമാരല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, MP-യോ MLA-യോ അല്ല, പിന്നെ ആരാ വരുന്നതെന്നറിയും? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. മാങ്ങാട് പള്ളി മുഴുവനും നിറഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്വലാ അതാ റോഡിന്റെ പരിധി നിസ്കരിച്ചത് വെറുപേലും കുത്തിയിട്ട് തെരുവോരങ്ങളിൽ വഴിയുടെ സൈഡുകളിൽ ഇരിക്കുമ്പോ ഈ പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചത് വെറുതെയല്ലടാ ചെറുപ്പക്കാരാ. എന്റെ ഉമ്മമാര് പാതിരാത്രി എഴുന്നേറ്റെന്ന് വരുമടി പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകം പറയാ, ഹുബൈബ് അല്ലാഹു പറയുകയാ, വൽആഖിബത്തു ലിത്തഖ്വാ. ഈമാനുള്ള മരണം വേണോ? ഖുർആൻ പറയുകയാ, മരിക്കാവൂ. അതിനുള്ള എളുപ്പ വഴി അല്ലാഹുവോട് ദുആ ചെയ്താലും നീ അല്ലാഹ് അല്ലെങ്കിൽ പടച്ചവനോട് പറയണം, അല്ലാഹ് ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനുള്ള 10 മണി അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതല്ലേ ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ കഴിവ്. അവൻ ദുആ ചെയ്യല്ലേ താക്കിയേ പറയുടെ ചങ്ങാതി. ആദം നബി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്ത. എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ അനുവാദം തരണം, എങ്കിലേ ഞാൻ പറയത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വേണം? പറയണോ നിർത്തണോ? ബക്കറ്റ് എടുത്തേ, ബക്കറ്റ് ഇട്. ബക്കറ്റില്ലേ? ബക്കറ്റ് വിരിവില്ലേ? ഇട്. കൈപൊക്കിയവരൊക്കെ പോക്കറ്റി കൈയിട്ട് സതക്കി എടുക്ക്. ബക്കറ്റ് എന്താ? ഇൻഷാ അല്ലാഹ് ആ പൊക്കിയ കൈ നേരെ പോക്കറ്റി ഇടണം. 1000 500 200 നോക്കരുത്. കൊടുക്കണത് അല്ലാഹിക്കുള്ളതാ, എടുത്തോ. 2 ബക്കറ്റ് മരണം തരണേ അല്ലാഹ്. വേറൊന്നിക്കണം. ആകെ ഉള്ളത് ഈ നന്മ മാത്രമേ ഉള്ളൂ. നിസ്കരിച്ചതോ ഖുർആൻ ഓതിയതോ ഒന്നും അത്യുസ്താദ് ഇരുന്ന് വഴുത് പറയോ? നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വഴുത് പറയാനുള്ള ശൈലി പോകും. നിന്നാലേ പറ്റത്തുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 2 മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ?
എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് കൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാണ്. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപത്തിനൊരു കണക്കെടുക്കാൻ പറ്റുമോ ബാപ്പാ? ഞാനും നിങ്ങളും എത്ര വലിയ പാപികളാണ്. അല്ലാഹുവേ, 30, 40, 50, 60 വയസ്സായവരിവിടെ ഇരിപ്പുണ്ടല്ലോ. ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊരു കണക്കെടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വഹാബാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ സഹാബാ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹുവേ, നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഭാര്യയെ വഞ്ചിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ സഹാബാ. എടാ ചെറുപ്പക്കാരാ, തൗബയ്ക്ക് സമയമുണ്ടടാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിറു. തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അസ്റായിൽ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന ആ അവസാനേ തൗബ ചെയ്യാതെ മരിക്കല്ലേ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല.